ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ പൂരാണ്. അതായത് പെരുന്നാളിനെ പിറ്റേ ദിവസം തന്നെ ഇവിടെ പൂരായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിത്തെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ 4 മണി 5 മണി ആ ടൈമിലാണ് ഇവിടെ വേലൊക്കെ പോവല്. അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാവരും കുറച്ചൊരു സംസാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ പുറത്ത് ഞാൻ ഇവിടെ എല്ലാ പ്രാവശ്യം പൂരം കാണലുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമായിട്ടൊന്നും ആദ്യം കണ്ടിട്ടില്ല. ആദ്യം 1 വയസ്സുള്ള പ്ലേറ്റാണ് ഇവിടുത്തെ പൂരം കണ്ടിട്ടുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊന്നും ഒരു രസമല്ല പ്രാവശ്യത്തെ പൂരം. എന്താ അറിയില്ല. പിന്നെ നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞു എല്ലാ സംഭവം കഴിയാൻ. അങ്ങനെ വേല കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പൂരപ്പറമ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൂരപ്പറമ്പ് പോയി. അവിടെ എത്തിയൊക്കെ തന്നെ ഫസ്റ്റിൻ്റെ കണ്ണു പോയത് ഐസ്ക്രീമിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്നപ്പോൾ അവിടെ ജിലേബിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പൂരം എന്ന് പറയുമ്പോൾ ഫസ്റ്റൊക്കെ ജിലേബിയാണ് ഓർമ്മ. സാധാരണ എല്ലാവർക്കും ഇത് കഴിച്ച ഒരുമാതിരി മത്ത് പിടിക്കും. പക്ഷെ ഞാൻ അത് എത്ര വേണേലും കഴിക്കും. അങ്ങനെ ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് ഈ ജിലേബിയിൽ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കടന്നു. അങ്ങനെ രാവിലെ തിരക്ക് കൊയിനേക്കാണ് കുട്ടികളെ കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അതായത് അതിനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പൂരപ്പറമ്പ്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ കുറച്ച് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇതേപോലെ ഈ ഒരു ബലൂണ് വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ 100 രൂപ കാറ്റത്ത് പാറിപ്പോയിട്ടോ. കാരണം ഈ കെട്ടിക്കൊടുക്കണമെന്നും നിങ്ങൾ നോക്കണ്ട. ഒരു 10 മിനിറ്റ് അവൻ്റെ കൈമ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം അത് പാറിപ്പോയി. എവിടേക്കാ പോയി എന്നറിയില്ല. അങ്ങനെ 100 രൂപ കാറ്റത്ത് പാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇത്ര വന്നത് വീഡിയോ. ബൈ.